ഇപ്പം ലൈവിൽ നടന്നതാണ്. അനീഷ് കിടക്കാനായിട്ട് റൂമിലെത്തിയപ്പോൾ ആദിലയും നൂറയും കിടക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് നെവിൻ കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ബെഡിൽ അക്ബർ കിടക്കുന്നുണ്ട്. അപ്പം അനീഷ് വന്നു കഴിഞ്ഞപ്പം അനിമോള് കിടക്കാനായിട്ട് അനിമോളുടെ ബെഡിൽ വന്നപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും സമയം അക്ബറിനോടാണ് പറയുന്നത്, ഇത്രയും സമയം ലേറ്റായത് ഞാൻ ഷാനവാസും കൂടെ ആകാശത്ത് നോക്കി ഇങ്ങനെ ചന്ദ്രനെ നോക്കിയിരുന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ പഴയ കാര്യങ്ങൾ അയവിറക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം നെവിൻ പറഞ്ഞ്, ആഹാ പിന്നെ ഇത്രയും നാളും ഇല്ലാത്ത അയവിറക്കം എന്താണ് ഇപ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷിനറിയാം എല്ലാവരും ഇനി സംശയിക്കണ്ട, രാത്രിയായിട്ട് ഉറങ്ങാതെ ഇങ്ങനെ പുറത്ത് മുകളിൽ നോക്കി കിടക്കുന്ന എന്തിനും സംശയിക്കണ്ടെന്ന് വെച്ചാണ് ആ സബ്ജക്റ്റ് എടുത്തിട്ട്. അപ്പം അക്ബർ പറഞ്ഞ്, അത് നല്ല കാര്യമല്ലേ അനീഷ് ഏട്ടാ, അതിനെന്താ ഒരു തെറ്റ്. അപ്പോൾ അനീഷ് പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയെന്ന് പറഞ്ഞപ്പം നെവിൻ വീണ്ടും കളിയാക്കി ചിരിച്ചിട്ട് അനിമോളെ പറഞ്ഞ്, എല്ലാത്തിനും ഈ അയവിറക്കുന്നതിന് എല്ലാത്തിനും കാരണം ഇവളൊറ്റൊരുത്തിയാന്ന് പറഞ്ഞു. അപ്പം നെവിൻ്റെ ഇപ്പുറത്ത് വന്ന് അനിമോള് കിടന്ന്, നീ കാരണമാടി ഉറങ്ങേണ്ട ആളിപ്പോൾ അയവ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോന്നും പറഞ്ഞ് അനിമോളെ കളിയാക്കി. അപ്പോൾ അനിമോള് പുറത്തോട്ടങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും നെവിൻ ഇങ്ങനെ ഒരുമാതിരി കളിയാക്കി ചിരിക്കുക, കൂവുക, അങ്ങനെ ഓരോന്ന് ചെയ്യുവാണ്. അപ്പോൾ അക്ബറിനൊക്കെ ചിരി വരുന്നുണ്ട്. ചിരിക്കാതെ അവർ പിടിച്ചിരിക്കുകയാണ്. അനീഷിന് എന്ത് തോന്നുമെന്ന് ഓർത്ത് അനീഷ് കുറേ നേരം ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നെവിനെ നോക്കി ഇരുന്നിട്ട് ബെഡിൽ നിന്ന് എണീറ്റിട്ട് പറഞ്ഞ്, ഇത് ശരിയല്ല കേട്ടാ, ഇങ്ങനെ പെരുമാറുന്നതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ് അനിമോളെ നോക്കാനായിട്ട് പോയിട്ട് അനിമോൾ ഗാർഡൻ ഏരിയയിലിരിക്കുന്ന അനിമോളെയും വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ബാ വന്ന് കിടന്നേ വാ എന്നും പറഞ്ഞ് വലിയ അധികാരത്തിലുള്ള അനിമോളോട് സംസാരിക്കുകയാണ്. അങ്ങനെ അനിമോള് വരുന്നുണ്ട് അനീഷേട്ടൻ്റെ പുറകെ വന്നിട്ട്. അപ്പം നൂറ അവിടെ നിൽക്കുന്നു. നൂറയോട് പറയും, എനിക്ക് ഉറക്കമില്ലാഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നതാണ്. അപ്പം നൂറ പറയുന്നത്, നെവിനോട് ചൂടായിട്ടാണ് അനീഷ് ഏട്ടൻ നിന്നെ വിളിക്കാൻ വന്നത്, ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ്. അപ്പോൾ അക്ബർ വഴക്കും പറഞ്ഞ്, അക്ബർ പറഞ്ഞ്, നീ കാരണമല്ലേ അയാൾ പോയത്, കുറച്ച് കൂടുന്നെന്ന് അക്ബർ നെവിനോട് പറഞ്ഞു. അപ്പം നൂറ ഇത് പറയുന്ന കേൾക്കലും അനിമോള് പറയണേ, എനിക്ക് പേടി വന്നിട്ട് പോയാൽ, എനിക്ക് വെപ്രാളം എടുക്കുന്നു, ഇയാളെന്താ ഇങ്ങനെ. അങ്ങനെ അകത്ത് വന്നപ്പോൾ നെവിൻ കളിയാക്കി. അപ്പം നെവിനിട്ട് നല്ലത് അനിമോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനീഷ് അനിമോളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മാറി കിടന്ന് ഉറങ്ങുകയാണ്. ഇതാണിപ്പോൾ ലൈവിൽ